സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തുടക്കം. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 15,000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാവിലെ ഊട്ടുപുരയും പ്രധാന വേദിയും സന്ദർശിച്ചു. പൂരം കാണുന്ന പോലെ ലോകം മുഴുവൻ കലോത്സവവും ഏറ്റെടുക്കുമെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ICSE സ്കൂളായതുകൊണ്ട് ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. ആ കാലത്തൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും അത് പങ്കെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. CBSEക്ക് വേറെ കലോത്സവം അല്ലേ? എന്നിട്ടും ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം എന്ന് പറയുന്ന പട്ടം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് തൃശ്ശൂരിന് കഴിഞ്ഞ വർഷം ഒരു നെറ്റിപ്പട്ടം കിട്ടി. അത് ചാർത്തി അല്ലേ? ഇത് രണ്ടാമത്തെ എല്ലാം പൂർണ്ണ രൂപത്തിലൊരു പൂരമാണ് നടക്കുന്നത്. ഈ വർഷത്തെ 2026 പൂരത്തിൻ്റെ കർട്ടൻ റൈസറാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ജെയ്സൺ ചാമുവളപ്പിലുണ്ട് വിവരങ്ങളുമായി. ജെയ്സൺ, ഗുഡ് മോർണിംഗ്. കലയുടെ പൂരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു തൃശൂർ നഗരി. രാവിലെ തന്നെ സുരേഷ് ഗോപി ഊട്ടുപുരയിലെത്തി സന്ദർശനം നടത്തിയല്ലേ? വെരി ഗുഡ് മോർണിംഗ്. അതെ, സുരേഷ് ഗോപി രാവിലെ തന്നെ ഊട്ടുപുരയിലും എത്തി, പ്രധാന വേദിയിലും എത്തി. മേടം മാസത്തിലെ പൂരനാളിൽ തൃശ്ശൂർ പൂര ലഹരിയിലാണ് തൃശ്ശൂർ അമരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കലാപൂരത്തിന്റെ ലഹരിയിലേക്ക് കടന്നിരിക്കുകയാണ്. എനിക്ക് പുറകിൽ പ്രധാന വേദിയുടെ അവസാനഘട്ട പണിപ്പുരയിലാണ് ഇതിന്റെ ലോഗയാണ് ഇപ്പോൾ അവസാനഘട്ട പണിപ്പുരയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന 64 മണി ഉണ്ട് അല്ലേ? ആരാ ഇതിന്റെ ഇതെന്താ ഈ സിമ്പിൾ? നമ്മള് കൊടിമരത്തിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു ശില്പത്തിന്റെ ഒരു രൂപത്തിലേക്ക് നമ്മൾ ആക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. എന്തൊക്കെയുള്ളത്? ഒരു ബ്രഷ് വന്നിട്ടുണ്ട്, പിന്നെ 64 എന്ന് പറഞ്ഞ നമ്പർ വന്നിട്ടുണ്ട്, പിന്നെ തൃശ്ശൂരാണല്ലോ ആന വന്നിട്ടുണ്ട്, നെറ്റിപ്പട്ടം കെട്ടിയ ഒരു ആനയുണ്ട്, ആനക്കൊമ്പ്, പിന്നെ അതൊരു നെറ്റിപ്പട്ടാണ്. പിന്നെ ഈ ആറാണത്, ആറിന്റെ അവിടെ നിന്ന് അത് ആ സൈഡിൽ നോക്കുമ്പോ ഒരു വീണ, ജസ്റ്റ് വീണയും ആറും ഒന്നിച്ച് പിന്നെ വീണ ഇങ്ങനെ വന്ന് താഴേക്ക് വരുമ്പോ അത് 4 ആവും. 64 അങ്ങനെ. പിന്നെ ജേക്കിൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വെസ്റ്റേൺ മ്യൂസിക്കിൽ ഉപയോഗിക്കുന്ന ഒരു മ്യൂസിക് സിമ്പിൾ ഉണ്ട്, ട്രിപ്പിൾ ക്ലിഫ്. അപ്പൊ അത് ഭയങ്കര ഉച്ചസ്ഥായിലൊക്കെ വായിക്കുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ തൃശ്ശൂർ എപ്പോഴും ഉച്ചസ്ഥായിലുള്ള ഒരു മേളം, രൗദ്ര താളത്തിന്റെ ആളുകളാണ് നമ്മളൊക്കെ. ചെണ്ടാന്ന് പറയുമ്പോൾ അത്ര ഉച്ചസ്ഥായിൽ നിൽക്കുന്നതാണല്ലോ. അപ്പോൾ വെടിക്കെട്ടായിക്കോട്ടെ, ഏറ്റവും ഇഷ്ടമുള്ളത് ആനനെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് ആ ഒരു ഇത്, പിന്നെ അത് നേരെ വന്നൊരു പാലറ്റ് ആവുന്നു, പിന്നെ ഈ പറയുന്നത് പതിയെ ചെലങ്കമണികളാവുന്നു. ഒരു 64 ചെലങ്കമണികൾ. 64 കലോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള 64 കലകളെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ആ മണികൾ. വെരി ഗുഡ്. എല്ലാം കൂടി അല്ലാണ്ട് കഴിഞ്ഞു. അതിന് ലാസ്റ്റ് എന്റെ പ്ലാറ്റ്ഫോം ഒന്ന് ശരിയാക്കുക എന്ന് മാത്രമേ. പേരെന്താ? എന്റെ പേര് യദുകൃഷ്ണൻ. താങ്ക് യു. അപ്പോൾ അതിന്റെ ഒരുക്കങ്ങളൊക്കെയും പൂർത്തിയായി വരുന്നു. ഇപ്പൊ നമ്മൾ ഈ സിംബലിനെ കുറിച്ച് കേട്ടല്ലോ, വിശദമായി തന്നെ അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ നമുക്കിതിന്റെ മുൻപ് പോവുകയാണെങ്കിൽ ഏറ്റവും സുന്ദരമായിട്ട് കേരളീയ കലകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കവാടമാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് മോഹിനിയാട്ടം, അപ്പുറത്ത് തെയ്യം, അതുപോലെ തന്നെ അപ്പുറത്തേക്ക് വാഴകൾ, നമ്മുടെ പ്രകൃതിയും അല്ലെ നമ്മുടെ പച്ചപ്പിനേക്ക് സൂചിപ്പിക്കുന്ന ഹരിതാപമായ ഒരു സംവിധാനം. തൃശ്ശൂരിൻ്റെ മേളം അതാണ് അപ്പുറത്ത് കാണുന്നത്. കഥകളി അവിടെ കാണുന്നുണ്ട്. അപ്പുറത്ത് ആന, ഞങ്ങളുടെ സ്വന്തമായ ആന അപ്പുറത്തുണ്ട്, അപ്പുറത്ത് മയിലുണ്ട്. അങ്ങനെ കലയുടെ വിഭവസമൃദ്ധമായ ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഈ തൃശ്ശൂർ നഗരം കലാലഹരിയിലേക്ക്, കലാപൂരത്തിൽ അലിയുന്നതിന് വേണ്ടി അതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് 2-3 മണിയോടുകൂടിയാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത്. ഇന്നലെ രാവിലെ ചാലക്കുടിയിലെത്തിയ സ്വർണ്ണക്കപ്പ് ഇന്ന് ഉച്ചയോടുകൂടി തൃശ്ശൂർ നഗരിയിൽ എത്തിച്ചേരും. അതിനുശേഷം ടൗൺ ഹാളിൽ നിന്നും സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര ആരംഭിക്കുക. ആ ഘോഷയാത്ര ഏകദേശം 5 മണിയോടുകൂടി ഇവിടെ വെച്ച് സമാപിക്കും. നാളെ രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കലയുടെ മാമാങ്കത്തിന് തിരികൊളുത്തുന്നത്. അതോടൊപ്പം തന്നെ 9 മണി മുതൽ തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ പൊട്ടുന്ന പാണ്ടിമേളം, ആ പാണ്ടിമേളത്തിൻ്റെ അരങ്ങേറ്റം
നാളെ ഇവിടെ വെച്ചുണ്ടാകും. ഗംഭീരമായ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളിലെ മേളപ്രമാണിമാർ നേതൃത്വം നൽകുന്ന 100-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന വലിയ മേളത്തിൻ്റെ ഉത്സവം കൂടി നാളെ ഇവിടെ നടക്കും. ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്താണ് അത് നടക്കുക. ഏകദേശം 1.5 മണിക്കൂറോളം അത് നീണ്ടു നിൽക്കും. അങ്ങനെ അതിഗംഭീരമായ ഒരു കലാപൂരമാക്കി മാറ്റാൻ തൃശ്ശൂർ നഗരി ഒരുങ്ങിക്കഴിഞ്ഞു, തൃശ്ശൂർക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു, ഇതിലെ സംഘാടകർ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നാം കാത്തിരിക്കുന്നു ആ മഹാമാമാങ്കം കാണാൻ. യെസ്, എന്തായാലും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. കലോത്സവ പൂരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു തൃശൂർ നഗരി. പ്രധാന വേദിയിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു ജെയ്സൺ ചാമവളപ്പിൽ.